കുട്ടികളിലേക്ക് ഭീകരവാദത്തിന്റെ വിഷം കുത്തിനിറയ്ക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജെയ്ഷെ മുഹമ്മദ്. പാക് അധീന കാശ്മീരിൽ തർബിയ അഥവാ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനു മുൻപേ തന്നെ വനിതാ സംഘടന രൂപീകരിക്കുകയും പാകിസ്ഥാനിൽ നിന്നും പാക് അധീന കാശ്മീരിൽ നിന്നും എന്തിനധികം ഇന്ത്യയിൽ നിന്ന് പോലും വനിതകളെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ കൊച്ചുകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അവർ പ്രവർത്തനം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ജനുവരി 1 മുതൽ 7 ദിവസമാണ് ഭീകര ക്യാമ്പ് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഗർഹി, ഹബീബുള്ളയിലും ബലാക്കോട്ടിലും ഒക്കെ തന്നെ പരസ്യ റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും തന്നെ ചെറിയ കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. മറ്റ് സംഘടനയുടെ മറവിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഷ്കർ നേതാവ് അബ്ദുൾ റൌഫ്, റിസ്വാൻ ഹനീഫ്, അബ്ദു മൂസ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഖൈബർ പത്വേക്ക പ്രവിശ്യയിലെ ലോവർ ധിർ ജില്ലയിൽ ജിഹാദി അബ്സ എന്ന തീവ്രവാദ ക്യാമ്പ് ഇതേ സമയം നടക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ റവേൽപിണ്ടിയിലെ നൂർഖാൻ വ്യോമതാവളം തകർന്നതിനായി തന്നെ പാക് വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഇസാഖ് ധർ സമ്മതിച്ചതായി തന്നെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. 36 മണിക്കൂറിനുള്ളിലെ 80 ഡ്രോണുകളാണ് ഇന്ത്യ അയച്ചതെന്നും ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും ഇവിടെ സമ്മതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നാണക്കേട് കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ തങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടില്ല എന്നതായിരുന്നു പാകിസ്ഥാൻ ഇത്രയും കാലം പറഞ്ഞിരുന്നത്. അതിനാൽ തന്നെ ഉപപ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ ഇസ്ലാമാബാദിൽ വലിയ കനത്ത് തിരിച്ചടിക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം ജമ്മുവിൽ സുരക്ഷ വലിയ രീതിയിൽ ശക്തമാക്കിയിരിക്കുകയാണ്. ദേശീയ അന്വേഷണ ഏജൻസി ആസ്ഥാനത്തിന് തൊട്ടടുത്ത് തന്നെ ചൈനീസ് നിർമ്മിത റൈഫിൾ ടെലിസ്കോപ്പ് കണ്ടെത്തിയത് വലിയ ഒരു സുരക്ഷാ ഭീതിക്ക് വഴിയൊരുക്കുകയാണ്. അതുപോലെ തന്നെ സ്നൈപ്പർ റൈഫിലുകളും അസോൾട്ട് റൈഫിലുകളും അത് ഘടിപ്പിക്കുന്ന അത്യാധുനിക ടെലിസ്കോപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ജമ്മു നഗരവും പരിസര പ്രദേശങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം നിർവീര്യമായ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീകര ക്യാമ്പുകൾ വീണ്ടും സജീവമാവുകയാണ് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതിർത്തിയിൽ 9 ജെയ്ഷെ മുഹമ്മദ് ലോഞ്ച് പാഡുകൾ വീണ്ടും സജീവമായി എന്നതും കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ NIA ഓഫീസ്, ജമ്മു കാശ്മീർ പോലീസിന്റെ സുരക്ഷാ ആസ്ഥാനം എന്നിവയ്ക്ക് സമീപത്തുള്ള അവിടെ കാട് പിടിച്ച പ്രദേശത്ത് നിന്നാണ് ഇത് കണ്ടെടുത്തിരിക്കുന്നത്. CRPF അതുപോലെ തന്നെ CRPF ബറ്റാലിയൻ ആസ്ഥാനവും SSB കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ മേഖല കൂടിയാണിത്. ചൈനീസ് ലിപിയിലുള്ള അടയാളങ്ങൾ ടെലിസ്കോപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഭീകരരുടെ നുഴഞ്ഞുകയറ്റ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെ സുരക്ഷാ സേനകൾ പ്രദേശം അരിച്ചുപെറുക്കുകയാണ്. ജമ്മു കാശ്മീർ പോലീസും മറ്റ് കേന്ദ്ര സുരക്ഷാ ഏജൻസികളും സംയുക്തമായി നടത്തിയ ഈ തിരച്ചിലിനിടയിലാണ് അവിടെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ലഭിച്ചിരിക്കുന്നത്. സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് പരിശോധിച്ചു വരുന്നതായും തന്നെ ഇപ്പോൾ അവിടെ വലിയ രീതിയിൽ സുരക്ഷാ സേന വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.